നാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തെ ആസ്പദമാക്കി ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 1 ശമൂവേൽ 30-ൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദും കൂടെയുള്ളവരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി. തൻ്റെ ശത്രുവായ ശൗലിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഓടി ഒളിച്ച് ഫെലിസ്ത്യ ദേശത്ത് സിക്ലാഗ് എന്ന സ്ഥലത്ത് വന്ന് പാർക്കുന്ന ദാവീദും കൂടെയുള്ളവരും അവിടെ ഇല്ലായിരുന്നപ്പോൾ ശത്രുവായ അമാലേക്യർ വന്ന് അവരുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും എല്ലാം പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഭാഗം. കർത്താവിൽ പ്രിയരെ, ഇന്ന് നമ്മളുടെ എല്ലാം ഏറ്റവും വലിയ ആദിയും പ്രതിസന്ധിയുമൊക്കെയും നമ്മുടെ തലമുറ. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് വീണു പോയിരിക്കുകയാണ്. മദ്യപാനം, ലഹരിയുടെ ഉപയോഗം, കമ്പ്യൂട്ടർ ഗെയിം, ആത്മഹത്യാ പ്രവണത, പഠിത്തത്തിൽ ശ്രദ്ധ പതിപ്പിക്കാതെ ഓൺലൈൻ ഗെയിമുകളിൽ, അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ തൊട്ടു മുമ്പിൽ വളരുന്ന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അമാലേക്യർ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ കാലത്തും ദൈവത്തിൻ്റെ ശത്രുവായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് അമാലേക്യരെ നശിപ്പിച്ച് കളയണം. അമാലേക്യർ എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ പ്രതീകമാണ്. ഇന്ന് നമ്മളെ ഫിസിക്കലി നമ്മുടെ കുഞ്ഞുങ്ങളെ ആരും പിടിച്ചു കൊണ്ടുപോയില്ലേലും നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ദാവീദ് കൂടെയുള്ളവർ എന്താണ് ചെയ്തത്? ദാവീദും കൂടെയുള്ളവരും ആ ഭാഗത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർക്ക് ബലം പോകുന്നിടം വരെയും അവർ കരഞ്ഞു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഴമായ ഒരു കരച്ചിലുണ്ടായി. അതായത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു തങ്ങളുടെ തലമുറയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന്. അതായത് അവർ വലിയൊരു പ്രതിസന്ധിയിലാണെന്ന് തിരിച്ചറിഞ്ഞ് അഗാധമായ വേദനയോട് അവർ കരയുകയാണ്. ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായ ഒരു കരച്ചിൽ നമ്മുടെ തലമുറയെപ്പറ്റി നമുക്കും വേണ്ടേ? അതുപോലെ ഈ ഒരു കരച്ചിലിൻ്റെ അവസാനം അവർ തളർന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. അതിനുശേഷവും എന്താണ് സംഭവിച്ചത്? ദാവീദിനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയാണ്. ഇന്നും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെയും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ പരസ്പരം പഴിചാരുകയാണ്. ഇവിടെ ദാവീദ് ആരെയും ഒന്നും പറയുന്നില്ല. ദാവീദ് ഏക ആശ്രയമായ ദൈവത്തിൽ ധൈര്യപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൽ പ്രിയരെ, ഇവിടെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുഞ്ഞുങ്ങളെയോ തങ്ങളുടെ തലമുറയെ പറ്റിയുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ തൻ്റെ ദൈവമായ യഹോവയിൽ ദാവീദ് ധൈര്യപ്പെടുകയും കർത്താവിനോട് ആലോചന ചോദിക്കുകയും അതിനുശേഷവും ഏറെ പ്രതിസന്ധി ഈ വചനഭാഗത്ത് കൂടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവസാനം ശത്രുക്കളെ പാടെ നശിപ്പിച്ച് കളഞ്ഞ് തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും വീണ്ടെടുക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, ഇത് പഴയ നിയമത്തിൻ്റെ ഒരു വചനമാണെങ്കിൽ കൂടി പുതിയ നിയമത്തിൽ, അതായത് ഇന്ന് ജീവിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയെ പറ്റിയുള്ള ഒരു വീണ്ടുവിചാരം നമുക്കുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അവർ എങ്ങനെയാണ്, ആരുമായിട്ടാണ് കൂട്ടുകെട്ട്, അവരുടെ ജീവിതത്തിലെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, പഠനം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടിയുള്ള അഗാധമായ കരച്ചിലുള്ള പ്രാർത്ഥനകൾ ഉയരണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് വേണ്ടി. നമ്മുടെ അടുത്ത തലമുറ ഇവിടെ ശക്തമായിട്ട് വളർന്നില്ലെങ്കിൽ കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് ശരിയായ വണ്ണം വിനിയോഗിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തലമുറയെ പറ്റിയുള്ള അഗാധമായ ഒരു ഹൃദയവിചാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ യുവതലമുറയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.